ഹലോ ഫ്രണ്ട്സ്, ബ്രഹ്മയുഗം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം നമ്മുടെ രാഹുൽ സദാശിവൻ ഇനി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയാണ് പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ഡൈസിറൈ എന്ന് പറയുന്ന സിനിമ ഫുൾ ഡാർക്ക് സൈഡും ബ്ലാക്ക് മാജിക്കും അതുപോലെ തന്നെ സാത്താൻ സേവയും ആ ഒരു ടൈപ്പുള്ള സിനിമ തന്നെയായിരിക്കും. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഈ ഓണത്തിന് റിലീസിനെത്താൻ പോണ നമ്മുടെ ലാലേട്ടൻ ചിത്രമായ ഹൃദയപൂർവ്വം എന്ന സിനിമയോട് അറ്റാച്ച് ചെയ്ത് തിയേറ്ററിലായിരിക്കും പ്രദർശിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു കിടിലം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അതേപോലെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ സെൻസർ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് 2.5 മണിക്കൂർ മാത്രമേ സിനിമയ്ക്ക് ഡ്യൂറേഷനാണ് വരുന്നുള്ളൂ. ഒബിയസ്ലി സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്, അതായത് ക്ലീൻ സർട്ടിഫിക്കറ്റ്. നല്ലൊരു അടിപൊളി ഫാമിലി എൻ്റർടൈനർ ടൈപ്പ് ഉള്ള സിനിമ തന്നെയാണ്. ഓണത്തിന് സിനിമ ഇറങ്ങുന്നതുകൊണ്ട് അത്യാവശ്യം ഫാമിലി ഓഡിയൻസൊക്കെ നല്ല രീതിയിൽ തന്നെ സിനിമ ശ്രദ്ധിക്കപ്പെടും. സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും മേടിച്ചിരിക്കുന്നത് ഒബിയസ്ലി ഏഷ്യാനെറ്റ് ആൻഡ് ജിയോ ഹോട്ട്സ്റ്റാറാണ്. പ്രമേഹത്തിന് ശേഷം നമ്മുടെ മമ്മൂക്ക ഒരു നെഗറ്റീവ് ഷെയ്ഡിലെത്തുന്ന പുതിയ സിനിമയാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയുടെയും ഒഫീഷ്യൽ ടീസർ ഈ ഓണത്തിന് റിലീസിനെത്താൻ പോകുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ കൂടെ അറ്റാച്ച് ചെയ്ത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കളങ്കാവൽ എന്ന സിനിമയുടെ ടീസറും തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റും. സിനിമയുടെ സെൻസറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയും ജസ്റ്റ് 2.5 മണിക്കൂർ മാത്രമേ ഡ്യൂറേഷൻ വരുന്നുണ്ട്. UBAR-A സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിരിക്കും. ദ കഞ്ചറിങ് ലാസ്റ്റ് റിഡേഴ്സ് സിനിമ ഇറങ്ങുന്നത് ഈ വരുന്ന സെപ്റ്റംബർ മാസമായിരിക്കും. മിക്ക അപ്ഡേറ്റും പറയുന്നത് കഞ്ചറിങ് യൂണിവേഴ്സിലെ അവസാനത്തെ സിനിമയായിരിക്കും ഇതെന്നാണ് പറയുന്നത്. അതായത് ലൊറൈൻ ദമ്പതികളുടെ അവസാനത്തെ കേസ് ഫയലായിരിക്കും ദ കഞ്ചറിങ് ലാസ്റ്റ് റിഡേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സിനിമ IMAX ഫോർമാറ്റിലും 4DXലും കൂടി നമുക്ക് എല്ലാവർക്കും ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സത്യം പറയാമല്ലോ, കഞ്ചറിങ് ഫസ്റ്റ് കണ്ടപ്പോൾ, അതും ടി വിയിൽ കണ്ടപ്പോൾ ഞാൻ പേടിച്ചിറങ്ങി ഓടിയതാണ്. ഇനി 4DXലൂടെ കണ്ട ഉറപ്പായിട്ടും ഞാൻ നിന്ന നിപ്പിന് ആവിയായി പോവും. ഈ ഹൊറർ മൂവീസ് കാണാൻ സത്യം പറയാൻ എനിക്ക് പേടിയാണ്. അമ്മച്ചിയാണ് പേടിയാട്ടാ. ഇപ്പോൾ വലിയൊരു റൂമറാണ് പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ആവേശം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ജിത്തു മാധവൻ ഇനി സംവിധാനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂര്യ അണ്ണനെ വെച്ചായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് സൂര്യ അണ്ണൻ്റെ 47 ജിത്തു മാധവനായിരിക്കും സംവിധാനം ചെയ്യാൻ പോകുന്നതെന്നാണ്. സിനിമയുടെ ഒരു 1 ലൈൻ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിൽ എന്തോ ഒരു പണി കിട്ടി ട്രാൻസ്ഫറായി കേരളത്തിൽ വരുന്ന ഒരു പോലീസ് വേഷത്തിലാണ് സൂര്യണ്ണ വരാൻ പോകുന്നത്. കേരളത്തിലെത്തിയ ശേഷം എന്തോ ഒരു വള്ളി പിടിച്ച് അത് തലയിൽ കയറ്റുന്ന ഒരു പോലീസുകാരൻ. ഒരു എൻ്റർടൈനർ ജോണർ എന്താ സംഭവിക്കുകയെന്ന് നോക്കാം.